പിന്നൊരു കാര്യമുണ്ട്, നമ്മ ഈ പുറം രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ മസാലയൊക്കെ ഇടാതെയാണ് സംഭവം കിട്ടണത്. ഇത് നോക്കാം, ഇത് മസാല എന്ന് പറഞ്ഞാൽ ഇതിന്റെ ടേസ്റ്റ് തന്നെ വെളുത്തുള്ളി ഉണ്ടല്ലോ, അതിനകത്ത് അതിന്റെ ടേസ്റ്റ് വന്നത്. അപ്പൊ എന്റെ സ്വന്തം കുഞ്ഞുമക്കളെ, അപ്പൊ കോൾബിൻ ചേട്ടന്റെ ഇന്നത്തെ പരിപാടി നല്ല കിടിലൻ കിടുക്കാച്ചി വേറെ ലെവല് പാര കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിലും ഉണ്ടാവും പാര, അതുപോലെയുള്ള പാരയല്ല ഇത് നല്ല കടലിൽ കിടക്കണ മത്സ്യമാണ് പാര. അപ്പൊ ഇത് കണ്ട മക്കളെ, തൊലിയൊക്കെ വലിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി വാലും തലയും ഒക്കെ വെട്ടി അങ്ങോട്ട് ക്ലിയർ ചെയ്താൽ മതി. അപ്പൊ എന്റെ മക്കളൊക്കെ ഇതേപോലെ തൊലി വലിച്ചാണ് സെറ്റ് ചെയ്യണത് പാര, അല്ലെങ്കിൽ തൊലിയോടെ തന്നെ കറി വെക്കോ, കമന്റിലൂടെ അറിയിക്കുക. അപ്പൊ നമുക്ക് ഇവനങ്ങോട്ട് സെറ്റ് ചെയ്യാ. പോരി എന്റെ മക്കള്, പൊരിക്കണോ കറി വെക്കണോ, വാ സെറ്റ് ചെയ്യാ. നോക്കി എന്റെ മക്കൾ കോൾബിൻ ചേട്ടൻ എന്താ ചെയ്യണതെന്ന്. ഇവനെ നമുക്ക് ഇതിങ്ങനെ അങ്ങോട്ട് വരയിടാം മക്കളെ. എണ്ണകറി എടുത്ത് വെച്ചും ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കാം. ഇവിടെ മറിച്ച് കിടത്തിയിട്ട് നല്ല വെളിച്ചെണ്ണ എടുത്ത് വെച്ചും ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കും. ഇങ്ങനെ അങ്ങോട്ട് ഇടാം. നല്ല പോലെ അങ്ങോട്ട് തേച്ച് പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം മക്കളെ. വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം മക്കളെ. അതിന്റെ മുകളിലോട്ട് നമുക്ക് മീൻ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പാരക്കൂട്ടനെ എടുത്തേക്ക് മറിച്ചിടാം മക്കളെ. വാവ്, ഇത് കണ്ടാ സൂപ്പർ ആയിട്ടുണ്ട്. നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട്. ഒരു മസാല കൂട്ടോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നല്ല കിടിലനായിട്ട് റെഡിയാക്കി എടുത്ത മീൻ. പിന്നൊരു കാര്യമുണ്ട്, നമ്മ ഈ പുറം രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ മസാലയൊക്കെ ഇടാതെയാണ് സംഭവം കിട്ടണത്. ഇത് നോക്കാം, ഇത് മസാല എന്ന് പറഞ്ഞാൽ ഇതിന്റെ ടേസ്റ്റ് തന്നെ വെളുത്തുള്ളി ഉണ്ടല്ലോ, അതിനകത്ത് അതിന്റെ ടേസ്റ്റ് വന്നത്. അടിപൊളിയാണ്.